ഹായ്, ഞാൻ സുഫിയ ഹനീഫ്, ചൈൽഡ് ഡെവലപ്മെൻറ്റ് സൈക്കോളജിയിൽ PhD ചെയ്യാണ്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇൻസ്റ്റാഗ്രാമിൽ വരാറുണ്ട്. ആ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് പറയാനായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് പേര് പറയുന്നത് എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ചില സബ്ജക്റ്റ് ഇഷ്ടപ്പെടാത്തത്, എന്തുകൊണ്ടാണ് കുട്ടികൾ ഇരുന്ന് പഠിക്കാത്തത്. അപ്പം കുട്ടികൾ പഠിക്കുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോൾ അവരൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അവർക്ക് എന്ത് എക്സ്പീരിയൻസ് ആണോ ആദ്യമായിട്ട് ഉണ്ടായത്, ആ എക്സ്പീരിയൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും അവർക്ക് ആ സബ്ജക്റ്റിനോടുള്ള ഇഷ്ടം. ചില ടീച്ചേഴ്സ് ഭയങ്കര ഹാർഡായിട്ടായിരിക്കും ക്ലാസ്സിൽ പെരുമാറുക. ആ സബ്ജക്റ്റിനോട് കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവില്ല. ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കുട്ടികൾക്ക് മൈൻഡിൽ വരുന്നത്. അങ്ങനെ ആ കുട്ടികൾക്ക് ആ ഒരു സബ്ജക്റ്റിനോടുള്ള ഇഷ്ടം കുറയും. രണ്ടാമത്തെ കാര്യം, ഫൗണ്ടേഷൻ ക്ലിയർ അല്ല എന്നുള്ളതാണ്. ഒരു ഫൗണ്ടേഷൻ ക്ലിയർ ആയത് കുട്ടി, അതായത് ബേസിക് ലെവൽ അറിഞ്ഞ കുട്ടിക്കാണ് അടുത്ത ലെവലിൽ പോകാൻ പറ്റുള്ളൂ. അതായത് പ്ലസ് അറിഞ്ഞ കുട്ടിക്ക് മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ, മൈനസ് അറിഞ്ഞ കുട്ടിക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ ക്ലിയർ അല്ലാത്ത കുട്ടികൾക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റില്ല. അവർക്ക് ഒരു അൺസർട്ടനിറ്റി ഫീൽ ചെയ്യും, അവരുടെ അവിടെ ഒരു ഗ്യാപ്പ് വരും. പിന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് അവർക്ക് അറിയില്ല. അപ്പോൾ അവർ എന്ത് ചെയ്യും, അത് പഠിക്കില്ല. അപ്പോൾ ഒരു ഗ്യാപ്പ് വന്ന കുട്ടിക്ക് പിന്നീട് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ആ ഗ്യാപ്പ് വന്ന കുട്ടി ഫസ്റ്റ് തന്നെ പിന്നിലോട്ട് വന്ന് ആ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്താൽ മാത്രമാണ് അവർക്ക് നെക്സ്റ്റ് സ്റ്റേജിൽ സ്മൂത്തായിട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് വന്ന സ്ഥിതിക്ക് അവർക്ക് അത് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്താ വെച്ചാൽ നെക്സ്റ്റ് ലെവൽ അറിയണമെങ്കിൽ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും അടുത്ത ലെവൽ പോകുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, എങ്ങനെയാണ് ഒരു സ്റ്റഡി ഹാബിറ്റ് ഉണ്ടാക്കുക. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുട്ടികൾ പല്ല് തേക്കുന്നു, കുളിക്കുന്നു, സ്കൂളിൽ പോകുന്നു, അല്ലെങ്കിൽ മദ്രസയിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ഓക്കെ, കളിക്കുന്നു. പക്ഷേ ഇതിനിടയിൽ എന്തുകൊണ്ടാണ് ഒരു സ്റ്റഡി ടൈം കുട്ടികൾക്ക് ഉണ്ടാവാത്തത്? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കുട്ടീനെ ട്രെയിൻ ചെയ്യുന്ന രീതിയാണ്. അതായത് നമ്മൾ പല്ല് തേപ്പിക്കുന്നു, കുട്ടി എല്ലാ ദിവസവും പല്ല് തേക്കണം, അല്ലെങ്കിൽ എന്താ ഒരു കോൺസിക്വൻസസ് ഉണ്ട് എന്നുള്ളത് കുട്ടിക്ക് അറിയാം. അപ്പോൾ അതേപോലെ തന്നെ ഒരു സ്റ്റഡി ഹാബിറ്റ് ഉണ്ടാക്കണമെങ്കിൽ പാരൻസിൻ്റെയും കൂടി ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് എല്ലാ ദിവസവും സ്കൂൾ വിട്ട് വന്ന് ഒരു പ്ലേ ടൈം കഴിഞ്ഞ ശേഷം ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കുട്ടിക്ക് ഇരുന്ന് പഠിക്കാനുള്ളതാണെന്നുള്ളൊരു സെറ്റിങ്സ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ കുട്ടിക്ക് അവിടെ ഒന്നുമില്ല, ഒരു പ്ലാനിങ് ഇല്ല, ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ പോകും. അപ്പോൾ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണം, ലൈക്ക് ഇത്ര ടൈം ഇരുന്ന് പഠിക്കാൻ. അപ്പോൾ ആദ്യത്തെ വീക്ക് അത് നമ്മൾക്ക് ബുദ്ധിമുട്ടാവും എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ശരിക്കും ഒരു ഹാബിറ്റ് ഫോം ചെയ്യുമ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അങ്ങനെയാണ് പോവുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊരു 2 മിനിറ്റാണ് ആദ്യത്തെ ദിവസം ആ കുട്ടിക്ക് ടാസ്ക് കൊടുക്കേണ്ടത്. അക്കോർഡിംഗ് ടു ദ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ എന്താണോ കുട്ടീനെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പഠിക്കാനുള്ള ഹോംവർക്ക് എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം 2 മിനിറ്റ് കുട്ടി ഇരുന്ന് പഠിച്ചാൽ മതി എന്ന് പറയാം. സ്കൂൾ ടൈം കഴിഞ്ഞ് പ്ലേ ടൈം കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ അവന് 5 മിനിറ്റ് ടാസ്ക് കൊടുക്കുക. അത് കഴിഞ്ഞ് 10 മിനിറ്റ് ടാസ്ക് കൊടുക്കുക. അങ്ങനെ ഗ്രാജുവലി നമ്മൾക്ക് 1 അവറിലേക്ക് എത്തിക്കാം. അങ്ങനെ ഒരു സ്റ്റഡി ഹാബിറ്റ് ഫോം ചെയ്യാൻ പറ്റും അവിടെ. അതായത് നമ്മളെല്ലാ ദിവസവും ഈവനിങ് ഒരു 1/2 അവർ അല്ലെങ്കിൽ 1 അവർ ഇരുന്ന് പഠിക്കണം എന്നുള്ളത്. ഓക്കെ, പക്ഷേ കുട്ടികൾക്ക് അതിന് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫിസിക്കൽ മൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവണം, നല്ല രീതിയിൽ ഉറക്കം ഉണ്ടാവും. എന്നാൽ മാത്രമാണ് മെമ്മറി ഫങ്ഷൻ നല്ല രീതിയിൽ കുട്ടികൾ വർക്ക് ചെയ്യുള്ളൂ. അപ്പം ഇത് മെമ്മറി ഫങ്ഷൻ കുട്ടികൾക്ക് കൂടുതൽ വർക്ക് ചെയ്യണമെങ്കിൽ കുട്ടികൾ നല്ല രീതിയിൽ ഓടിച്ചാടി കളിക്കണം. അപ്പോൾ ഈ ഓടിച്ചാടി കളിക്കാനുള്ള ടൈം അവർക്ക് കൊടുക്കണം. അതിന് ശേഷം മാത്രം കുട്ടീനെ പഠിക്കാൻ ഇരുത്തുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമാണ് കുട്ടീൻ്റെ മെമ്മറി നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഒരു ബോഡി മൂവ്മെൻറ്റിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾക്ക് റെസ്റ്റിംഗ് പീരീഡാണ്. അപ്പം ബോഡി മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മൈൻഡ് റെസ്റ്റ് എടുക്കും. ഓക്കെ, മൈൻഡ് റെസ്റ്റ് കഴിയുമ്പോൾ ബോഡി സ്റ്റില്ലാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബോഡി ഫങ്ഷനിങ് കൂടും ആഫ്റ്റർ ബോഡി മൂവ്മെൻറ്റ് നമ്മൾ പഠിക്കുമ്പോൾ. ജസ്റ്റ് നടന്ന് പഠിക്കുമ്പോഴൊക്കെ എന്തുകൊണ്ടാണ് കൂടുതൽ എഫക്റ്റീവ് ആണെന്ന് വെച്ചാൽ, ബോഡി മൂവ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തായാലും മെമ്മറി ഫങ്ഷൻ കൂടും. അപ്പോൾ അങ്ങനെയൊക്കെ രീതിയിൽ കുട്ടികളെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ